ഹായ്, നമ്മളിപ്പോൾ കോട്ടയ്ക്കൽ തൃശ്ശൂർ റോട്ടിൽ മാതൃഭൂമിൻ്റെ തൊട്ടടുത്തായിട്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സ്ഥാപനത ആട്ടോ ട്രക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള വാഗണറായിട്ട്. അപ്പോൾ വാഗണറിൽ സസ്പെൻഷൻ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഇടുന്ന പരിപാടിയുണ്ട്. ഒരു പരസ്യത്തിൽ കാണാമല്ലോ, ഇത് ഇട്ടാൽ വണ്ടി നമ്മുടെ കയ്യിലാണെന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അത് കാണാനും അത് ഇടിയിക്കാനും വേണ്ടി വന്നതാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. അവരോട് തന്നെ ചോദിച്ചു നോക്കാം അതിൻ്റെ ഗുണവും നിലവാരവും കാര്യങ്ങളൊക്കെ. ബാക്കി നമുക്ക് ഇടുന്ന വീഡിയോ കാണാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു ഷോപ്പിൻ്റെ ഉടമ ഉണ്ട് ഇവിടെ. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, എന്നിട്ടാവാം അതിൻ്റെ കാര്യങ്ങൾ. സാറേ, ഞാൻ വന്നതിനറിയോ, നമ്മുടെ വാഗണർ പുതിയത് ഇന്നലെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സസ്പെൻഷൻ സ്പ്രിങ്ങിൽ ഒരു ബ്ലൂ കളറിലുള്ള സാധനം വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേര് പോലും പറയാൻ എനിക്കറിയില്ല. കാർ സ്റ്റെബിലൈസർ. ആ സാധനം ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളെ ഒരു അഭിപ്രായം പറയും. അത് നല്ല കംഫർട്ടാണ്. പിന്നെ സ്റ്റെബിലിറ്റി, ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റി കൂടും. മെയിനായിട്ട് ഇത് സ്റ്റെബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് മറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണ് വരിക ഡ്രൈവിങ്ങിലൊക്കെ, വണ്ടീനെ സംബന്ധിച്ചിടത്തോളമൊക്കെ? പിന്നുള്ളത് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ അതിനെപ്പറ്റിയുള്ള ശരിക്കും അതിൻ്റെ നമ്മളെ ബോക്സിൽ തന്നെ അതിൻ്റെ എല്ലാ സംഗതികളുണ്ട്. ബോക്സ് കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ബോക്സ് ഏകദേശം. അതിൽ സൈസ് വരുന്നത് AB1 ഉണ്ട്, B1, B2, B3, B4, B5, B6. അങ്ങനെ 6 ടൈപ്പ് സൈസാണ് ഇത് വരുന്നത്. ഇത് ഓരോ വണ്ടിക്കും നമ്മളതിൻ്റെ സ്പ്രിങ്ങിൻ്റെ കോയിൽ സ്പ്രിങ്ങിൻ്റെ അകൽച്ച മെഷർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ കുറേ മാർക്കറ്റിൽ ഇതിൻ്റെ കുറേ ഡ്യൂപ്ലി സാധനങ്ങൾ വരുന്നുണ്ട്. അത് ഒരിക്കലും ഇത്ര ഫ്ലെക്സിബിളും അല്ല, ഇത്ര ലാസ്റ്റിങ്ങും അല്ല. പിന്നെ ഇവർ കൊടുക്കുന്ന 3 ഇയർ അൺകണ്ടീഷണൽ വാറണ്ടി കൊടുക്കുന്നില്ല. അതൊക്കെ പെട്ടെന്ന് ഒരു 2-3 മാസം കഴിഞ്ഞാൽ അത് ഹാർഡാവുന്നുണ്ട്. ഇതിനങ്ങനെ വരുന്നില്ല. സോഫ്റ്റ്നെസ് എപ്പോഴും ഉണ്ടാവും. പിന്നെ അത് 3 വർഷങ്ങൾ എന്തൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പനി അത്ര റെസ്പോൺസിബിളാണ്. അവരെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കോൺടാക്ട് ചെയ്യുന്ന ആവശ്യമില്ല. അത്തരം കമ്പനിന് തന്നെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് എനിക്ക് ഈ ഷോപ്പ് പരിചയപ്പെടുത്തിയത്. ഞാനിവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞാൻ ഇവിടെ ഒരു 3-4 വർഷമായി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അന്ന് ഈ പ്രൊഡക്റ്റ് എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എന്തായാലും ഇത് ചെയ്യുന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്ന ആളാണ്. തീർച്ചയായും എനിക്ക് എന്നാ എൻ്റെ വണ്ടിയിൽ അത് സെറ്റ് ചെയ്ത് തരും. തീർച്ചയായും. അപ്പോൾ നിങ്ങൾ ടെക്നീഷ്യനെ വിളിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞോളൂ. ഓക്കെ. വണ്ടി ഇവിടെ കയറ്റിയിട്ടുണ്ട്. ജാക്കി വെച്ചിട്ട് ഫസ്റ്റ് ഇതിൻ്റെ മെഷർ ചെയ്യാന്നുള്ള പരിപാടി ഉണ്ട്. ആ മെഷർ ഒന്ന് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനുള്ളിൽ സസ്പെൻഷൻ സ്പ്രിങ് കണ്ട ഇവിടെ ആയിട്ട് ആ സസ്പെൻഷൻ സ്പ്രിങ്ങിൻ്റെ മെഷറാണ് അവർ ആദ്യം എടുക്കുക. ഇതാണല്ലേ? ഇത് 3 സൈസ്. 3 സൈസിലാണ്. അപ്പോൾ 3 സൈസ് നമ്മുടെ വാഗണറിന് വരുന്നത്, ന്യൂ വാഗണറിന് വരുന്നത്. ഇനി അത് നോട്ടെ, ഗേജ് ഇതാണ്. ഓക്കെ, ഇതാണ് ഗേജ് ഉള്ളത് അല്ലേ? ഇതിൽ 3 നമ്മുടെ നമ്പർ സൈസ്. ഫ്രണ്ടും ബാക്കും ഒരേപോലെയുള്ള അല്ല, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ചില വണ്ടികൾക്ക് ഒരേമാതിരി തന്നെ വരും, ചിലതിന് ഡിഫറെൻ്റ്. ഇതിനിപ്പോൾ ഒന്നിൻ്റെ ബാക്ക് 3 ഫ്രണ്ട് 2. അത് ഫ്രണ്ട് കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ ഈ 3ഉം 2 വന്നത്. ചിലത് ഫ്രണ്ട് 4 ആയിരിക്കും, ബാക്ക് 3 ആയിരിക്കും. അങ്ങനെ വരിക. ഓക്കെ, അപ്പം നമുക്ക് ഇടല്ലേ? എന്നാൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഇടാൻ പോവാണ്. നമ്മളെ വണ്ടിയുടെ ഇത് മനസ്സിലായല്ലോ. ന്യൂ വാഗണർ ZXi പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മളെ വണ്ടി. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വണ്ടിയുടെ കാര്യങ്ങൾ ഇതാണ്. ഗിയർ ഓട്ടോമാറ്റിക് ഗിയറാണ്. ഇതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സംഗതി. ഫ്രണ്ടിൽ 2, ബാക്കിൽ 3. അത് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നമ്മളെ പല വീഡിയോയിൽ നമ്മൾ കാണണം, ഇതിട്ടാൽ വണ്ടി നമ്മുടെ കയ്യിലാന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ സാധനം നമ്മുടെ വണ്ടിയിൽ ഇടാനാണ് കേട്ടോ പോണേ. ഇതാണ് നമ്പർ 3 എന്ന് പറയണേ അല്ലേ? ഇതാണ് നമ്പർ 3. അതവിടെ എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടോന്ന് അറിയില്ല. നമ്പർ 3 B3 ഇതാണ് സാധനം. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ഇതിന് ഗ്യാരണ്ടി പറയണ്ടല്ലോ അല്ലേ? ഗ്യാരണ്ടി 3 വർഷം. 3 വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയാണ്. എന്ത് സംഭവിച്ചാലും റീപ്ലേസ്മെന്റ് കിട്ടണം, മാറ്റി തരും. പിന്നെ 10 വർഷമാണ് കമ്പനി പറയുന്നത്.
ആദ്യം ക്ലീൻ ചെയ്യണം അല്ലേ? ആദ്യം സ്പ്രിംഗ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ പൊടിയും കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വർക്കിങ്ങിനെ ബാധിക്കും. പറ്റുമെങ്കിൽ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന ഉഷാറല്ലേ? ശരിക്കും സർവീസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും പാടി വൃത്തി ഉണ്ടാവും. ഇപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ടേ സർവീസിന് കയറ്റാറായില്ല. ഇതിപ്പോൾ കുറച്ച് ഓവറുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ആവശ്യത്തിന് ഇത് കട്ട് ചെയ്യും. കാരണം ഇത് യൂണിവേഴ്സലായിട്ടാണ് വരിക. അപ്പോൾ ഇന്ന വണ്ടിക്ക് ഇന്ന സൈസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇനി ഇതിൻ്റെ അളവനുസരിച്ച് 1 ഇഞ്ച് ഗ്യാപ്പിന് ഇത് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം കയറ്റി മെഷർ നോക്കി ഇത്ര കട്ട് ചെയ്യണം. അങ്ങനെയാണ് കട്ടിങ്ങിനൊക്കെ വലിയ ടൈറ്റ് ഇല്ലാത്തൊരു സാധനം ഇല്ല. പക്ഷെ ഓട്ടോമാറ്റിക് തന്നെ കട്ടാവില്ല അല്ലേ? തന്നെ കട്ടാവില്ല അല്ലേ? കയ്യിലേക്ക് ബ്ലേഡ് പോകാൻ സാധ്യതയുണ്ട്. ഈ ഗ്യാപ്പ് ആ ഗ്യാപ്പ് വേണം അല്ലേ? അപ്പോഴാണ് അത് സീറ്റിംഗ് വരുമ്പോ സെറ്റ് ആവുള്ളൂ. മറ്റേ വണ്ടി ലോഡാണ്ട് വരുമ്പോ ഒന്നും പാടിയും അടുത്ത് വരും. ഇനി തന്നെ തിരിയൊന്നുമില്ലല്ലോ? ഇല്ല, വണ്ടിന്റെ ലോഡാണ്ട് വരുമ്പോ അവിടെ തന്നെ നിന്നോളൂ. അവിടെ ജാമായി അവിടെ നിൽക്കും. അപ്പൊ നിങ്ങൾ ജാക്കി ഇറക്കാൻ പോകല്ലേ? ജാക്കി ഇറക്കാൻ ജാക്കി നമ്മൾ ലൂസാക്കി അപ്പോൾ സ്പ്രിങ്ങിലേക്ക് സാധനം സെറ്റായി അവിടെ ഇരുന്നു. സീറ്റിംഗ് ആയി അല്ലേ? വണ്ടിയുടെ ഹൈറ്റിന് ഒരു ചെറിയ ചെരുവ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ ഇട്ടിരിക്കണത്. ലെഫ്റ്റ് സൈഡിൽ ലേശം താണതുപോലെ കാണാം. റൈറ്റ് സൈഡ് കുറച്ച് പൊന്തിയതുപോലെയും കാണാം. ഒരു 1/2 ഇഞ്ചിൻ്റെ മാറ്റം. മെഷറിൽ ബാക്കിലത്തെ നമ്പർ 3യുടെ കട്ട് ചെയ്യണം അല്ലേ? ഓക്കെ, അതെ, അതാണ് 3 ആണ്. നമ്മൾ എത്രയാണോ കളഞ്ഞ അത്ര ഇതിൽ നിന്ന് കളയുക. ജാക്കി ടൈറ്റ് ആവുമ്പോൾ സ്പ്രിങ് ലൂസ് ആവും. അതാണ് അതിൻ്റെ ലക്ഷ്യം. സ്പ്രിങ് അടുത്താണ് ഇരിക്കുന്നത്. സ്പ്രിങ് അകന്നകന്ന് വരുന്നുണ്ട്. നല്ല അകലിച്ച് വരും. അങ്ങനെ വീല് നിലത്തുനിന്ന് മുട്ടൽ വിട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ അകലിച്ച് കറക്റ്റ് ആവുക. വീഡിയോഗ്രാഫി അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അവിടെ കൊടുത്ത അതേ പൊസിഷനിൽ തന്നെ അതേ പൊസിഷനിൽ നിർത്തി കൊടുക്കണം അല്ലേ? അവിടെയും കൊടുക്കണം. അല്ലെങ്കിൽ ആക്ഷൻ കറക്റ്റ് ആയിട്ട് വരിക. അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെരിവുണ്ടാവും. അങ്ങനെ ഫ്രണ്ട് വീല് പൊന്തിച്ച് നിർത്തിയിട്ടുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് സ്പ്രിങ് ഉള്ളത്. ഇതിൽ നമ്പർ 2 ആയിരുന്നു അല്ലേ? പിന്നെ നമ്മളത് കയറ്റി നോക്കണ്ട. അതിന് മുറിക്കാണ്ടാവുമല്ലോ അല്ലേ? ഇതിൽ നമ്മൾ ആദ്യം സൈസ് നോക്കിയിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ എത്രയാണോ കളയേണ്ടി വരിക അത് നോക്കിയിട്ട് കളയാം. ഇത് യൂണിവേഴ്സലായോണ്ട് വരുന്നത്. അതെ അതെ, ഇത് കറക്റ്റാണ്.
അധികം കളയാനില്ല അല്ലേ? ഇല്ല ഇല്ല, കട്ടയുണ്ട. ഫ്രണ്ട് പീസ് കറക്റ്റ് ആയിട്ട് കിട്ടി അല്ലേ? കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് ഫ്രണ്ടിലേക്കുള്ള പീസ് നമുക്ക് മുറിക്കാതെ തന്നെ ആ യൂണിവേഴ്സലായിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു മെഷർ കറക്റ്റായി അല്ലേ? വണ്ടിയുടെ ഹൈറ്റ് ഒരു 1/2 ഇഞ്ചോളം മൊത്തത്തിൽ മാറും അല്ലേ? മൊത്തത്തിൽ ഒരു ഹൈറ്റിൽ ചെറിയൊരു മാറ്റം വരും. അത് ലോങ് ലൈഫ് അല്ലേ? ഹൈറ്റ് ലോങ് ലൈഫ്. അതാണ് ഇത് റബ്ബർ ആയി കഴിഞ്ഞാൽ ഇത് കുറച്ച് ചെയ്യുമ്പോൾ വെയിറ്റ് ഒന്ന് ചുരുങ്ങും. ചൂടായി കഴിഞ്ഞാലൊക്കെ ഒന്ന് ചുരുങ്ങും. സിലിക്കോൺ അങ്ങനെ വരില്ല. സിലിക്കോൺ മെയ്ഡ് ചെയ്ത അതേ കുശലിൽ എപ്പോഴും ഉണ്ടാവും. വണ്ടിയുടെ ഹൈറ്റ് ഒന്ന് കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയ ഫീലിംഗ് ആണെങ്കിലും അത് ഫീൽ ചെയ്യുന്നുണ്ട്. റിഫ്ലക്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേട്ടി നോക്കുക. അതെ, അപ്പൊ അതിന് ആ ഹമ്മിങ് നാടി ഉണ്ടല്ലോ ഉള്ളിക്ക് വരുന്നത്, അത് കമ്മി വരും. മനസ്സിലായോ? വലിയ അടി ഉള്ളിക്ക് ഭയങ്കര ഫീൽ വരും. ടട്ടന്ന് അടിച്ചിരുന്നു, അതിപ്പോ ഇല്ല. പിന്നെ നമ്മളിപ്പോ ശരിക്കും പെട്ടെന്ന് സഡൻ ബ്രേക്കിംഗ് ഉണ്ടല്ലോ, ബ്രേക്കിങ്ങിലൊക്കെ ആദ്യം വണ്ടി ചെയ്തിരുന്നെങ്കാട്ടി കുറച്ചും പാടി സ്റ്റെബിലിറ്റി കൂടും. ഒന്നുകൂടി ഒരു വഴക്കം വരും നമുക്ക് അല്ലേ? ഒരു ആട്ടം. ഓക്കെ തിരിക്കല്ലേ? അല്ല, ഒന്നുകൂടെ പോട്ടെ. ഒരു കട്ട് റോട്ടിന് അല്ല, അത് കുഴപ്പമില്ല. അപ്പൊ നമ്മളൊരു പോക്കറ്റ് റോട്ടില് കുറച്ച് കുണ്ടും കുഞ്ചൊക്കെ ചാടിച്ചോട്ടെ. ഇതിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോ ശരിക്കും നല്ല ഇങ്ങനെ ഒരു അത് നല്ലൊരു സ്റ്റെബിലൈസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യത് ഒന്ന് സ്പീഡ് പോവാം. എടുത്തിടില്ല, ബാക്കിലുള്ളവർക്കൊന്നും തന്നെ എടുത്തിടില്ല. ചെറിയൊരു കട്ടാണ്. ഓവറായിട്ട് നമ്മൾ നല്ല ഹൈറ്റില് നമ്മൾ തന്നെ സീറ്റ് നമ്മള് ചാടിക്കൊണ്ടിരിക്കും. അതൊന്നുമില്ല. ഇപ്പൊ ഇതിന് അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ തന്നെയാണ് അല്ലേ? ലെഫ്റ്റ് ബ്രേക്ക് ചവിട്ടിയാൽ തന്നെ സ്റ്റഡനായിട്ട് പോയിട്ട് മൂക്കുത്തണ മാതിരി ഇല്ല. ഓ, കൊള്ളാം. നമ്മൾ തിരിച്ചു വരേണ്ടി വരുമോ? ഇതിലെ പോയി കയറാൻ പറ്റും? നേരെ പോയി കയറാം. ഓക്കെ. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് ഒരു റൗണ്ട് ഓടി വന്നു. ഒരു 3-4 കിലോമീറ്റർ പോയിണ്ടാവില്ല. നമ്മൾ ഒരു 4 കിലോമീറ്ററോളം കുറച്ച് കട്ട് റോട്ട് കൂടിയും കാര്യങ്ങളൊക്കെ ഓടി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. ഇനി 3 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി പക്ക പറയുന്നുണ്ട്. നമ്മുടെ ഫുള്ളായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യണത്. ബാക്കി ഇനി റണ്ണിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പോയാലൊക്കെ നല്ല സൂപ്പർ പെർഫോമൻസ് ആണ് സാധനം. അടിപൊളിയായിട്ട് കമ്പ് ചാടുന്നതും അതുപോലെ കുണ്ടും കുഴിയും ചാടുന്നതും കട്ട് റോട്ട് കൂടെ പോയാലൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട്. ഈ റോട്ടിലുള്ള റബ്ബറൈസ് റോട്ടിലുള്ള ചെറിയ ചെറിയ കുഴികൾ, അതുപോലെ തന്നെ ഈ റിഫ്ലക്ടർ അടിച്ചിട്ടുള്ള സാധനമൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഈസി ആയിട്ട് കയറി ഇറങ്ങി പോകുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുന്നില്ല, ചെറുതായിട്ട് ചെറിയൊരു അടിയുള്ളൂ. ആ ഒരു കട്ടൻഡറായിട്ടുള്ള ചുറ്റിക്കൊണ്ട് അടിക്കുന്ന ഒരു ഫീല് ഇപ്പം എന്തായാലും തൽക്കാലമില്ല. നമുക്കിനി ബാക്കി നേരിട്ട് കാണാം. ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ താല്പര്യമുള്ളവർ വരിക. ഞാൻ ഇതിൻ്റെ താഴെ ഇതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ് ഇപ്പോൾ സാധനം ഉള്ളത്. വേറെയും ഉണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. നിങ്ങൾക്ക് നിങ്ങളെ പരിസരത്ത് തപ്പിയാൽ കിട്ടും. അതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓട്ടോട്രിക്സ് ആണ് ഈ ഷോപ്പിൻ്റെ പേരുള്ളത്. ഇതാണ് വാറണ്ടി കടലാസ്. ഈ വാറണ്ടി കടലാസിലാണ് നമ്മൾ വാറണ്ടി ചെയ്തിട്ടുള്ള നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. ബാക്കി നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ചെയ്തോളൂ. ഹായ്.